Good afternoon. Good afternoon, ma'am. Good afternoon. എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ കേട്ടോ. ഓക്കെ, എല്ലാവർക്കും ഓക്കെ ആണോ? എല്ലാവരും ഓക്കെ ആണോ? സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്രയർ ചെയ്തോളൂ കേട്ടോ. പ്രയർ. ആരെങ്കിലും ഒരാള് പ്രയർ ചെയ്യൂ പ്ലീസ്. ആരും റെഡി അല്ല ചെയ്യാനായിട്ട്. സംഗീത ഒരു പ്രയർ ചെയ്യൂ. പ്രയർ ഒന്നും അറിയില്ല മാം. ഒന്നും അറിയില്ലേ? ഞാൻ കീർത്തനങ്ങളെ പാടാറുള്ളൂ, അല്ലാതെ ഞാൻ അങ്ങനെ സ്പെഷ്യൽ ആയിട്ടൊന്നും എനിക്ക് അറിയില്ല. അറിയില്ല. എല്ലാം പക്ഷെ എനിക്ക് 2 വരി അറിയില്ല. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും മഹാശക്തിയും ദയാനിധേ. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സൈൻ ഇൻ ചെയ്യുന്നുണ്ടോ? സൈൻ ഇൻ. തോട്ട് ഓഫ് ദി ഡേ ഞാൻ പറയാം. ഓക്കെ. Take risks in your life. If you win, you can lead. If you lose, you can guide. Thank you. ഓക്കെ. ഇന്നലെ നമ്മൾ ക്യാൻവാസിംഗ് ആൻഡ് പ്രൊപ്പഗൻഡാസ് പറഞ്ഞു. ടൈപ്സ് ഓഫ് ക്യാൻവാസിംഗില് ഇൻഡോർ ക്യാൻവാസിംഗ് പറഞ്ഞു, ഡോർ ടു ഡോർ ക്യാൻവാസിംഗ് പറഞ്ഞു, നെഗറ്റീവ് ക്യാൻവാസിംഗ് പറഞ്ഞു. ഓക്കെ, ആരെങ്കിലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ ഇന്നലെ പറഞ്ഞ കാര്യം? ഇന്നലെ നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്ന് പറയാമോ ആരെങ്കിലും? നമ്മള് ഇന്നലെ ക്യാൻവാസിംഗ് ആൻഡ് പ്രൊപ്പഗൻഡാസ് പ്രചാരണത്തിനെ കുറിച്ചാണ് പ്രധാനമായിട്ടും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പിന്നെ ടൈപ്പ് ഓഫ് ക്യാൻവാസിങ്, ഇൻഡോർ ക്യാൻവാസിങ്, നെഗറ്റീവ് ക്യാൻവാസിങ്. അതില് ക്യാൻവാസിംഗ് ആൻഡ് പ്രൊപ്പഗൻഡാസ് എന്നുള്ള ഒരു തിയറി ശരിക്കും ടീച്ചറുടെ ഒരു കുട്ടികളെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയോളജിക്കൽ മൂവ്മെന്റ് ആണ്. ശരിക്കും അത് ഒരു സ്കൂളിന്റെ ഒരു നിലനിൽപ്പിനെ നെഗറ്റീവായിട്ടാണ് അത് ബാധിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. മീൻസ് അതൊരു എന്താ പറയാ മാനനഷ്ടം അങ്ങനെയൊക്കെ ഉണ്ടാവും, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്.
പിന്നെ ഈ അഡീഷൻ ആണ്, കുട്ടികളെ അഡീഷൻ ആയിട്ട് കിട്ടുള്ളൂ, ഓൺലി നോട്ട് മൾട്ടിപ്പിൾ ആവുകയില്ല എന്ന് പറയുന്നത്. പിന്നെ ടൈപ്പ് ഓഫ് ക്യാൻവാസിംഗിൽ ഇൻഡോർ ക്യാൻവാസിൽ വരുന്നുണ്ട്. ഇൻഡോർ ക്യാൻവാസിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കൂളിന്റെ ഗുണമേന്മക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്യാൻവാസിംഗ് ആണ്. ഇപ്പോ നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞാൽ മാണിക്യക്കല്ല് സിനിമയിലെ പൃഥ്വിരാജിന്റെ ഒരു കുറച്ച് കുട്ടികളാണെങ്കിലും അവര് വിജയിച്ചെടുക്കാനുള്ള ഒരു മൈൻഡ് അവിടുത്തെ ടീച്ചർമാർക്കും എല്ലാവർക്കും സ്കൂൾ മൊത്തം അതിനു വേണ്ടി ഒരുങ്ങുന്നതാണ് ഇൻഡോർ ക്യാൻവാസിംഗ്. അതൊരു പോസിറ്റീവ് കാര്യമാണ്. പിന്നെ നെഗറ്റീവ് ക്യാൻവാസിംഗ് ചതിയിലൂടെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടും കുട്ടികളെ സ്കൂളിലേക്ക് ചേർക്കുക. അഡ്മിഷൻ പെട്ടെന്ന് കഴിഞ്ഞു പോകും, നിങ്ങളിപ്പോ ചേർന്നിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് സീറ്റ് കിട്ടൂല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു തെറ്റിദ്ധാരണയുടെ രീതിയിൽ കുട്ടികളെ സ്കൂളിലേക്ക് അട്രാക്ട് ചെയ്ത് അവരുടെ പാരന്റ്സിനൊക്കെ നമ്മൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ചതിയിലൂടെയൊക്കെ ക്യാൻവാസിംഗ് കൊണ്ട് ഉദ്ദേശിക്കണം. ഇത്രയാണ് ഇന്നലെ പറഞ്ഞത്. ഓക്കെ. നെക്സ്റ്റ് പ്രിമൈസസ് ആൻഡ് ബിൽഡിംഗ് മെയിൻ്റെനൻസ് ആണ് കേട്ടോ. ആദ്യം നിങ്ങൾ ഒന്ന് റീഡ് ചെയ്യൂ, അതിനുശേഷം ഞാൻ വായിക്കും, എക്സ്പ്ലെയിൻ ചെയ്യും. പ്രിമൈസസ് ആൻഡ് അത് ഇന്നലെ എടുത്തു. ചെറുതായിട്ടൊന്ന് ചെറിയ പറഞ്ഞു. അപ്പൊ ഇത് ഇൻഡോർ ക്യാൻവാസിങ്ങും നെഗറ്റീവ് ക്യാൻവാസിങ്ങും മനസ്സിലായി. എന്താണ് എനിക്ക് ഇപ്പം മറ്റേ ആ ചേച്ചി പറഞ്ഞത് ഇൻഡോർ ക്യാൻവാസിംഗ് ഇല്ലേ, ഇൻഡോർ ക്യാൻവാസിങ്ങും നെഗറ്റീവ് ക്യാൻവാസിങ്ങും മനസ്സിലായി. പിന്നെ ഏതാണ് മനസ്സിലാവാത്തുള്ളത്? ക്യാൻവാസിംഗ് പ്രൊപ്പഗാൻഡാസ് ഇല്ലേ, അതൊന്ന് പറഞ്ഞു തരാമോന്ന്? ഹൈറനിസ ഒന്ന് പറഞ്ഞു കൊടുത്തേ ജോഫിക്ക്. ജോഫി എന്നല്ലേ പേര്? അത് നമ്മളിപ്പോ സ്കൂൾ അടക്കുമ്പോഴൊക്കെ നമ്മുടെ വീട്ടിലേക്ക് സ്കൂളിലെ ടീച്ചർമാര് കൂട്ടത്തോടെ വരില്ലേ, ഒരു പ്രചാരണം സ്കൂളിനെ കുറിച്ചിട്ട് അവർ കുറെ കാര്യങ്ങൾ ഓഫർ ചെയ്തുകൊണ്ട് സ്കൂളിന്റെ ഗുണമേന്മയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ സ്കൂളിലേക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഒക്കെ ഒരു മൂവ്മെന്റ്. സ്കൂളിന് ശരിക്കും മാനനഷ്ടമാണ്. കാരണം സ്കൂളിൽ നല്ലൊരു സ്കൂളാണെങ്കിൽ അതിന് പ്രചാരണം നടത്തി ഇറക്കപ്പെടേണ്ട ആവശ്യമില്ല. അത് സ്കൂളിലെ ഓരോ കാര്യങ്ങൾ കൊണ്ട് തന്നെ അവിടെ പഠിക്കുന്ന കുട്ടികളുടെ റിസൾട്ട് കണ്ടിട്ട് നമ്മൾ അവിടേക്ക് ചേർത്താണ് ചെയ്യുക. അതിന് ഒരു ടീച്ചർ വന്നിട്ട് ഇങ്ങനെ നമ്മളെ ക്യാൻവാസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് ക്യാൻവാസിംഗ് പ്രൊപ്പഗാൻഡാസ് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് സ്കൂളിലെ പ്രചാരണം, സ്കൂളിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ട് പ്രചരിപ്പിച്ചിട്ട് എന്താ പറയുക, ഒരു അഡ്വർടൈസ്മെന്റ് പോലെ നമ്മളടുത്ത് വന്ന് പറഞ്ഞിട്ട് കുട്ടീനെ ചേർക്കുന്ന രീതിയാണ് ക്യാൻവാസിംഗ് പ്രൊപ്പഗാൻഡാസ്. മനസ്സിലായോ ജോഫി? മനസ്സിലായല്ലേ? ഓക്കെ. പ്രിമൈസസ് ആൻഡ് ബിൽഡിംഗ് മെയിൻ്റെനൻസ് വായിച്ചു കഴിയുമ്പോൾ ഒന്ന് തമ്പ് ചെയ്യണേ.
ഓക്കെ, സംഗീത ഒന്ന് റീഡ് ചെയ്തേ. പ്രിമൈസസ് ആൻഡ് ബിൽഡിംഗ് മെയിൻ്റനൻസ്. Yes, ma'am. Premises and building maintenance. The school premises consist of main buildings, sheds, temporary buildings, toilets and urinals, water tanks and water sources, verandas, playground, gardens, footpaths. As far as the building is concerned, teachers cannot think of doing the construction work like leaking, cracking, damages, or something like this. She should pass on the information to her higher authorities then and there and make her reminders periodically. But she should not insist on the management daily or whenever she sees them, it will anyone them. Unknown them. At the same time, if she happens to see any student scribbling on the wall, making edges to the building, walking in the restricted area, plucking the leaves and flowers, she should check the students under the guidance of the management. Teachers can jointly celebrate a day as a cleaning day, in which students are engaged on the cleaning work under the supervision of the teachers and also with the aid of the sub-teachers. ഓക്കെ, സ്കൂളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കെട്ടിട പരിപാലനാണല്ലോ പറയുന്നത്. സ്കൂൾ കെട്ടിടവും അതുപോലെ തന്നെ പരിസരം, അതിന്റെ മെയിൻ്റനൻസ്. ഓക്കെ, അപ്പോ നമുക്ക് സ്കൂളുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അതായത് സ്കൂൾ കോമ്പൗണ്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളതെന്ന് നോക്കാം. എന്നത് തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക, ഒരു സ്കൂൾ കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ അവിടെ മെയിൻ ബിൽഡിങ്സ് ഉണ്ടാകും, അതുപോലെ പല ഷെഡുകൾ ഉണ്ടാകും, ടെമ്പററി ബിൽഡിങ്സ് ഉണ്ടാകും, ടോയ്ലറ്റുകൾ ഉണ്ടാകും, യൂറിനൽസ്, വാട്ടർ ടാങ്ക് ഉണ്ട്, വാട്ടർ സോഴ്സസ് കാണാനായിട്ട് പറ്റും. വാട്ടർ സോഴ്സസ് എന്ന് പറയുന്നത് അതായത് നമുക്ക് വെള്ളം കിട്ടുന്ന പലതരത്തിലുള്ള സ്രോതസ്സുകൾ. പിന്നെ വരാന്താസ് ഉണ്ട്, പ്ലേ ഗ്രൗണ്ട്, ഗാർഡൻ, ഫുട്പാത്ത്. ഇത്രയും കാര്യങ്ങളാണ് സ്കൂളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിസരത്ത് നമ്മൾ കാണുന്നത്, ഇല്ലേ? ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവാറില്ലേ സ്കൂളിൽ ചെല്ലുമ്പോ? അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു ആക്ടിവിറ്റി തരാം. ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തമ്പ് ചെയ്യണം. എല്ലാവരും ചെയ്യാനായിട്ടൊന്ന് ശ്രമിച്ചു നോക്കുക. ഒരു സ്കൂൾ കോമ്പൗണ്ട് അല്ലെങ്കിൽ സ്കൂളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിസരം, അല്ലെങ്കിൽ സ്കൂളിന്റെ മെയിൻ ബിൽഡിംഗ്, അല്ലെങ്കിൽ ഷെഡുകള്, ടെമ്പററി ബിൽഡിംഗ്, പിന്നെ വരാന്താസ്, പ്ലേ ഗ്രൗണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഡ്രോ ചെയ്യുക, വരയ്ക്കുക. വരയ്ക്കാനായിട്ട് പറ്റുമോ? ഇപ്പോഴല്ല കേട്ടോ, ആക്ടിവിറ്റി തന്നതാണ്. അടുത്ത ക്ലാസ്സിൽ വരച്ച് കാണിച്ചാൽ മതി. അടുത്ത വെള്ളിയാഴ്ച ആയിരിക്കും ക്ലാസ് ഉണ്ടാവുക. അതിനുള്ളില് നിങ്ങൾ അതൊന്ന് വരയ്ക്കണം, കളറും ചെയ്യാൻ ശ്രമിക്കണം പറ്റുമെങ്കിൽ, കേട്ടോ. സ്കൂൾ കോമ്പൗണ്ടിൽ എത്രയധികം കാര്യങ്ങൾ ഉണ്ടായിരിക്കാം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ എല്ലാരും റെഡിയാണ് അല്ലേ? ഓക്കെ, വെരി ഗുഡ്. അപ്പൊ എന്താ പറഞ്ഞത്, നമ്മള് ഈ ഒരു സ്കൂൾ പരിസരത്ത് ഇത്രയും കാര്യങ്ങള് നിർബന്ധമായിട്ട് ഉണ്ടാകും. അതായത് വലിയ സ്കൂളും ചെറിയ സ്കൂളും, അതായത് രണ്ടിനും ഡിഫറൻസ് ഉണ്ട്. ചെറിയ സ്കൂളിൽ അതിനനുസരിച്ചുള്ള സൗകര്യങ്ങളായിരിക്കും ഉണ്ടാവുക, വലിയ സ്കൂളാണെങ്കിൽ അതിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ കൂടും. പിന്നെ അതുപോലെ തന്നെ ഈ സ്കൂളിന്റെ ബിൽഡിംഗ് അല്ലെങ്കിൽ കെട്ടിടത്തില് എന്തെങ്കിലും ചോർച്ചയോ അല്ലെങ്കിൽ വിള്ളലോ ഡാമേജസോ എന്തെങ്കിലും ടീച്ചറുടെ ശ്രദ്ധയിൽപ്പെട്ടാല് അത് ടീച്ചർ സ്വയം തിരുത്താൻ ശ്രമിക്കാതെ മാനേജ്മെന്റിനെ അറിയിക്കണം എന്നാ പറയുന്നത്. ഇപ്പൊ സ്കൂളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോർച്ച ഉണ്ടാവുകയോ അല്ലെങ്കിൽ വിള്ളൽ ഉണ്ടാവുകയോ എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടാവുകയോ ഒക്കെ ചെയ്ത് എന്തെങ്കിലും ഉണ്ടായി കഴിയുമ്പോൾ ടീച്ചർക്ക് ചിലപ്പോൾ അത് സ്വയം തിരുത്താനായിട്ട് പറ്റില്ല, ആ ഡാമേജ് മാറ്റാനായിട്ട് പറ്റിയെന്ന് വരില്ല. അതിന് പകരം എന്ത് ചെയ്യണം? ഹയർ അതോറിറ്റീസിനെ അറിയിക്കണം. ഹയർ അതോറിറ്റീസിനെ അറിയിച്ചു കഴിഞ്ഞാല് അവര് അതുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരെ വിളിച്ചു വരുത്തി എന്ത് ചെയ്യും? ഡാമേജസ് പരിഹരിക്കുന്നതാണ്, അല്ലെ? സ്കൂൾ അധികൃതർ അങ്ങനെ ചെയ്യാറുണ്ടോ? നമുക്കറിയാം, കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്, പലതരത്തില് ചിലപ്പോ ഓടിട്ട കെട്ടിടങ്ങൾ ഉണ്ടാകാം,
അല്ലെങ്കിൽ നമുക്കറിയാം വള്ളൊക്കെ ഇപ്പോ എന്താ പറയാ വിള്ളലുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാകാം. അല്ലെങ്കിൽ സ്കൂളിന്റെ ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നം, അതായത് സ്വിച്ച് കംപ്ലൈന്റ് ആവുകയോ ഫാൻ വർക്ക് ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ എന്താ പറയാ സ്വിച്ച് ബോർഡിൽ നിന്ന് ഷോക്ക് എർത്ത് വരികയോ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്ത് ചെയ്തിരിക്കണം, അത് മാനേജ്മെന്റിനെ അറിയിക്കേണ്ടതാണ്. മിണ്ടാതിരിക്കരുത്. ഓക്കെ, നമുക്കറിയാലോ, ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ഈ അടുത്തൊരു കുട്ടി ഷോക്കേറ്റ് മരിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. അത് നമ്മുടെ പ്രിമൈസസ് ആൻഡ് ബിൽഡിംഗ് മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യമാണ് കേട്ടോ. കാരണം സ്കൂളിന്റെയും മറ്റ് ആളുകളുടെയും അശ്രദ്ധക്കുറവ് മൂലമാണ് ആ ജീവൻ നഷ്ടപ്പെട്ടത് അല്ലെ. സ്കൂളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പരിസരങ്ങളിൽ അല്ലെങ്കിൽ സ്കൂളിന്റെ കോമ്പൗണ്ടിൽ എന്തെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അതോടനെ തന്നെ എന്ത് ചെയ്യണം, ഹയർ അതോറിറ്റീസിനെ അറിയിക്കുകയും അവര് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നം പരിഹരിക്കുകയും വേണം. നമ്മുടെ കുഞ്ഞിന്റെ കേസിൽ അത് ഇല്ലെന്നാണ് പറയുന്നത്. അതായത് ഒരു കൂട്ടര് മാത്രമല്ല ഇവിടെ കുറ്റക്കാരായിട്ട് വരുന്നത് അല്ലെ, പല ആളുകളുണ്ട്. സ്കൂൾ മാനേജ്മെന്റ് അടക്കം സ്കൂൾ സ്റ്റാഫ് അടക്കം പല ആളുകളെയും നമുക്ക് അതിനകത്ത് കുറ്റക്കാരായിട്ട് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ടീച്ചേഴ്സിന്റെ ഒബ്സർവേഷൻ വളരെ അത്യാവശ്യമാണ്. എല്ലാ കാര്യങ്ങളും വീക്ഷിക്കണം. ഓക്കെ, വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് വേണം എല്ലാ കാര്യങ്ങളും ടീച്ചർ ഒബ്സർവ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ ഹയർ അതോറിറ്റീസും അതിനനുസരിച്ച് പ്രവർത്തിക്കണം. ടീച്ചർ ഇപ്പൊ ചെന്ന് പറഞ്ഞു എന്ന് വിചാരിച്ച് ചിലപ്പോ എന്ത് ചെയ്യില്ല, മാനേജ്മെന്റിനകത്ത് ഇടപെട്ടെന്ന് വരില്ല. പക്ഷെ എന്ത് ചെയ്തിരിക്കണം, ഉടനെ തന്നെ അതിന്റെ ഒരു പ്രശ്ന പരിഹാരം മാനേജ്മെന്റ് നടത്തിയിരിക്കണമെന്ന് കൂടി പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ഈ പാരഗ്രാഫിൽ പറയുന്ന ഒരു കാര്യമാണ്, എപ്പോഴും മാനേജ്മെന്റിനെ ഓർമ്മിപ്പിക്കരുതെന്ന്. എന്തെങ്കിലും ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടു എന്ന് വിചാരിക്കുക, എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ ശ്രദ്ധയിൽപ്പെട്ടു ടീച്ചറിന്റെ, ഒരു പ്രാവശ്യം മാനേജ്മെന്റിനോട് ചെന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു കാര്യമുണ്ട്, എത്രയും പെട്ടെന്ന് സോൾവ് ചെയ്യണം. പക്ഷെ മാനേജ്മെന്റ് അത് കേട്ട വശമേ നടിക്കുന്നില്ല, അതായത് കേൾക്കുന്നേ ഇല്ലാത്ത ഒരു രീതിയിൽ നിൽക്കുവാണ്. അപ്പൊ എന്ത് ചെയ്യും, ടീച്ചർ വീണ്ടും ടീച്ചറിന്റെ ക്ലാസ് ആണെങ്കിൽ ടീച്ചർ എന്ത് ചെയ്യും, വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും അല്ലെ. അപ്പൊ ഇവിടെ പറയുന്ന കാര്യം എപ്പോഴും അവരെ ഓർമ്മിപ്പിക്കരുതെന്നാണ് പറയുന്നത്. അതിനോട് നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ, എപ്പോഴും ഓർമ്മിപ്പിക്കരുതെന്ന്? എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്? ടീച്ചറിനോട് മാനേജ്മെന്റിന് ഒരു നീരസം ഉണ്ടാകും, അതൊരു ടീച്ചറിന്റെ ഒരു പൊസിഷനെ ബാധിക്കുമെന്നായിരിക്കും. അതെ, അതുകൊണ്ടാണ് അവിടെ ഇങ്ങനെ പറയുന്നത്. അതായത് ടീച്ചർ എപ്പോഴും അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ചിലപ്പോ മാനേജ്മെന്റിന് ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും. ചിലപ്പോ ആ ടീച്ചറെ അവിടെ നിന്ന് പറഞ്ഞു വിടാനും കാരണമാകും അല്ലെ. ശരിയല്ലേ? അതുകൊണ്ടായിരിക്കാം പറഞ്ഞോളൂ. മാം ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇപ്പൊ അങ്ങനെ ടീച്ചേഴ്സ് എന്തെങ്കിലും ഒരു ഫോൾട്ട് സ്കൂളിന്റെ ഭാഗത്തുനിന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഓർമ്മപ്പെടുത്തിയില്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടല്ലേ പിന്നീട് അതിനെ കുറിച്ച് സീരിയസ് ആയിട്ട് പ്രിൻസിപ്പൾ ആയിരുന്നാലും ചിന്തിക്കുള്ളൂ. അപ്പൊ ചിന്തിക്കില്ലേ ഈ ടീച്ചർ ഇങ്ങനെ പറഞ്ഞു എന്നുള്ള കാര്യം? അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ അതൊരു നല്ല കാര്യമല്ലേ സാർ? അഭിപ്രായം പറയാം, എല്ലാവർക്കും അഭിപ്രായം പറയാം. ഇതിനകത്ത് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കരുതെന്നാ പറയുന്നത്. പക്ഷെ ഓർമ്മിപ്പിക്കാതിരുന്നാല് എന്തായിരിക്കും ഉണ്ടാവുക? ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നിട്ട് പിന്നീട് അത് എന്താണ് അത് പറഞ്ഞിരുന്നല്ലോ എന്നപ്പ ചിന്തിക്കുള്ളൂ ആ ടീച്ചർ പ്രിൻസിപ്പൽസ് ആയിരുന്നാലും. അങ്ങനെയല്ലേ മാം? അതായത് ക്ലിയർ ആവുന്നില്ല സംഗീത, ക്ലിയർ ആവുന്നില്ല. ഇപ്പൊ കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഇപ്പൊ ഞാൻ പറഞ്ഞ മാതിരി ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ പിന്നീട് പല തവണയായിട്ട് ഓർമ്മപ്പെടുത്തണത് അതൊരു മോശം വശമാണെന്നല്ലേ ഇപ്പൊ ഞാൻ പറഞ്ഞത്? ഇപ്പൊ ഒരു മോശം വശമാണെന്നാണ് നമ്മുടെ ടെക്സ്റ്റിൽ കിടക്കുന്നത്. പക്ഷെ അതൊരു നല്ല കാര്യമല്ലേ? ഇപ്പൊ ഒരു കാര്യം ഉള്ളത് അത് എത്രയും പെട്ടെന്ന് കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാകുമ്പോൾ എന്തെങ്കിലും ഒരു ഫോൾട്ട് അവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് നമ്മൾ പരിഹരിക്കുക എന്നതല്ലേ നല്ലൊരു കാര്യം. പിന്നീട് എന്തെങ്കിലും ഒരു വിഷയം ആവാണ്ടിരിക്കാനല്ലേ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് ഒരു ടീച്ചർ എന്നുള്ള നിലയിൽ, അല്ലേ? അതാ ഞാൻ ഉദ്ദേശിച്ചത്. അതാണ് ഞാൻ നിങ്ങളോട് ഇതിനകത്ത് പറയുന്ന കാര്യം നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചത്. ഇതിനകത്ത് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കരുതെന്നാണ് പറയുന്നത്. കാരണം മാനേജ്മെന്റിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നിൽക്കുന്ന ടീച്ചേഴ്സിനെയാണ് കൂടുതൽ മാനേജ്മെന്റ് എപ്പോഴും പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുപോവുക അല്ലെ.
അത് നിങ്ങൾ അത് ചിന്തിച്ചിട്ടുണ്ടോ? കറക്റ്റ് ആണ്. അങ്ങനെയല്ലേ? അത് കറക്റ്റ് ആണ്. അങ്ങനെയാണ്. ഏതൊരു മാനേജ്മെന്റ് അങ്ങനെ തന്നെയാണ്. അവർക്ക് ഫേവറബിൾ ആയിട്ട് നിൽക്കുന്ന ടീച്ചേഴ്സിനെ കൊണ്ടുപോകാനാണ് അവർക്ക് ഇഷ്ടം. പക്ഷെ നമ്മൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ പറയാന്നുള്ളത് മറ്റൊരു വശമാണ്. കാരണം നമുക്ക് കുട്ടികളുടെ സേഫ്റ്റി പ്രധാനമാണ്, അല്ലെ? അവരുടെ പ്രൊട്ടക്ഷൻ. കാരണം നമ്മുടെ അശ്രദ്ധ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ ഒരു ഇതുകൊണ്ട് കുട്ടിക്ക് അവരുടെ ജീവൻ നഷ്ടപ്പെടാൻ പാടില്ല, അല്ലെങ്കിൽ അവനൊരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ട്. അപ്പൊ ചില ടീച്ചേഴ്സ് ഒന്നും എന്ത് ചെയ്യാറില്ല, മുഖം നോക്കാറില്ല. ഓക്കെ, അപ്പൊ അവരെന്ത് ചെയ്യും? അവര് പറയാനുള്ള കാര്യങ്ങൾ പറയും. അപ്പൊ അവര് പറയാനുള്ള കാര്യങ്ങളിൽ കൃത്യത ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവര് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് ഒരു എന്താ പറയാ ശരിയായിട്ടുള്ള ഒരു കാര്യമാണെന്ന് മാനേജ്മെന്റിന് തോന്നുവാണെങ്കിൽ അവര് അതിനനുസരിച്ചുള്ള ആക്ഷൻ എടുക്കും. ഓക്കെ, അപ്പൊ അതിന് രണ്ട് വശമുണ്ട് കേട്ടോ. ഓക്കെ, അത് മാനേജ്മെന്റിന്റെ ആ ഒരു രീതി അനുസരിച്ചിരിക്കും. ഓരോ സ്കൂൾ മാനേജ്മെന്റും വ്യത്യസ്തമാണ്, അല്ലെ? നമ്മള് കാണുന്ന സ്കൂൾ മാനേജ്മെന്റും ആയിരിക്കില്ല മറ്റൊരു സ്ഥലത്ത് ഉണ്ടാകുന്ന സ്കൂൾ മാനേജ്മെന്റ്, വ്യത്യസ്തം ഉണ്ടാകും. അതിനകത്ത് ആളുകളൊക്കെ ഡിഫറെന്റ് ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഡ്യൂട്ടി എന്നുള്ളത് പറയാവുന്നതാണ്. ഓക്കെ, നമ്മൾക്ക് നമ്മുടെ കുട്ടികളെ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്, നമ്മുടെ കുഞ്ഞുമക്കളെ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് സ്കൂളിലെ കുട്ടികളും, അല്ലെ? അപ്പൊ അവരുടെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഓക്കെ, അപ്പൊ എനിക്ക് ഇതിനോട് എഗ്രി ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അതാണ് ഞാൻ നിങ്ങളോട് എടുത്തു ചോദിച്ചത്. രണ്ട് വശം ഉണ്ടെങ്കിൽ പോലും കുട്ടികളുടെ സേഫ്റ്റിയെ ഇതാക്കി നമുക്ക് പറയാം. അത് നമ്മുടെ ജോലി ചിലപ്പോ അവരെ നമ്മൾ പറഞ്ഞു വിട്ടെന്ന് വരാം. ഓക്കെ, അങ്ങനെ ഒരു വശമുണ്ട്. പക്ഷെ നമ്മൾക്ക് ഒരു ശരിയുണ്ടല്ലേ, ആ ശരിയുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. അതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. ഓക്കെ, സുറുമി യോജിക്കുന്നുണ്ടോ? ഞാൻ കുട്ടികളുടെ സേഫ്റ്റിയിൽ ഏറ്റവും പ്രധാനം. എല്ലാ ടീച്ചേഴ്സും കുട്ടികളെ സ്വന്തം കുട്ടിയായിട്ടല്ലേ കാണുന്നത്. അപ്പൊ ചെറിയൊരു പരിക്ക് വെച്ചപ്പോൾ ടീച്ചേഴ്സിന് ഭയങ്കര വിഷമായിരിക്കും. അപ്പൊ വലുതൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ട് അയ്യോ നേരത്തെ ഇതിൽ ചെയ്യാറുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അത് അപ്പൊ ചെയ്യണം. പിന്നെ മാനേജ്മെന്റ് വെച്ചാൽ അവര് പരമാവധി ചെലവ് കുറയ്ക്കാനേ നോക്കുള്ളൂ. പരമാവധി ചെലവുകൾ കുറച്ച് അവരുടെ ലാഭം വർദ്ധിപ്പിക്കാനാണ് മാനേജ്മെന്റ് നോക്കുള്ളൂ. അപ്പൊ ടീച്ചേഴ്സ് അവരുടെ ഒരു സ്റ്റാൻഡ് എടുക്കണം എപ്പോഴും. സേഫ്റ്റിക്ക് കുട്ടികളുടെ സേഫ്റ്റിക്ക് എപ്പോഴും പ്രാധാന്യം കൊടുക്കണം. അതെ അതെ, നമ്മൾക്ക് ശരിയായിട്ട് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ്. നമ്മൾക്ക് അതിലോട്ടൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. മറിച്ച് നമ്മൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ എപ്പോഴും കുറെ അധികം ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അയ്യോ അത് ചെയ്തല്ലോ, അങ്ങനെ ചെയ്യായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ചെയ്തത് ശരിയായില്ല, അങ്ങനെയുള്ള തോട്ടുകൾ ഇങ്ങനെ രൂപപ്പെട്ടുകൊണ്ടിരിക്കും. മറിച്ച് നമ്മൾക്കൊരു സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ ആ സ്റ്റാൻഡുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾക്ക് അതൊരു സംതൃപ്തിയാണ്. ഓക്കെ, നമ്മൾക്കത് മരണം വരെ നമ്മളെ എന്താ പറയാ ആ ഒരു ഇത് നമ്മുടെ മനസ്സിലുണ്ടാകും, നമ്മൾ ശരി ചെയ്തു എന്നുള്ളത്. അപ്പൊ എന്ത് കാര്യമാണെങ്കിലും നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിന് എന്താണ് ശരിയാണ് തോന്നുന്നത് അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, എന്റെ ഒരു അഭിപ്രായം പറയട്ടെ മാം. പറഞ്ഞോളൂ. അത് അങ്ങനെ കരുതുന്നത് തുറന്നിട്ട് എല്ലാവരും സംസാരിക്കണ ആളുകൾ ഉണ്ടാവൂലേ, എല്ലാവരും കാണുമ്പോഴും റെസ്പോണ്ട് ചെയ്യുന്ന ആളുകള്. പക്ഷെ അവര് പറയുമ്പോ അത് സിറ്റുവേഷൻ വരില്ല. പക്ഷെ പറയാത്ത ആളുകൾ വരുമ്പോ അത് ഭയങ്കര ഒരു ഇഷ്യൂ ആയിട്ട് വരിക. അങ്ങനെ ആവും ഈ സ്കൂളുകളുടെ കാര്യത്തിലും. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. ഞങ്ങൾ ഇവിടുത്തെ ഹൈസ്കൂളിൽ കഴിഞ്ഞ വർഷം പാവം പിടിച്ചൊരു HM ആയിരുന്നു. എല്ലാതും ടീച്ചേഴ്സിന്റെ ഇടയിൽ അവർക്ക് നടക്കുക എന്നുള്ള. പക്ഷെ ഈ വർഷം അവർക്ക് HM മാറി. ആ ടീച്ചറാണ് ഭയങ്കര സ്ട്രോങ്, ഒന്നും നടക്കാം. അപ്പൊ അവരുടെ ഓരോരുത്തരുടെ പ്രകൃതം പോലെ ആയിരിക്കില്ലേ ഓരോ ഇതും. അത് ശരിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ചിലപ്പോ ടീച്ചേഴ്സിനെതിരെ ചിലപ്പോ ആക്ഷൻ ചിലപ്പോ കേട്ടെന്ന് വരില്ല. എങ്ങനെയാണെന്നുള്ളത് ചിലപ്പോ ടീച്ചേഴ്സ് പറയുന്ന കാര്യങ്ങൾ ചിലപ്പോ ഒരു മൈൻഡ് ചെയ്തെന്ന് വരില്ല. അപ്പോ അതിനനുസരിച്ചിട്ടുള്ള ദൂഷ്യഫലങ്ങൾ അവർക്ക് ഉണ്ടാകും. ഓക്കെ, ഇപ്പൊ കുട്ടികളുടെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കാര്യം ചെന്ന് പറയുവാണെങ്കിൽ അത് അവർ കേട്ടിട്ടില്ലെങ്കിൽ അതിന് അതായത് പിന്നീട് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയും വലിയൊരു ഇഷ്യൂ ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, അപ്പൊ അതൊന്ന് നിങ്ങൾ മനസ്സിൽ വെക്കുക കേട്ടോ. ചില എക്സാമൊക്കെ നമ്മളെ ടീച്ചേഴ്സ്മാരൊക്കെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല കണ്ടില്ല കേട്ടില്ല എന്ന് നിൽക്കുന്ന ആ ഒരു രീതിയാ. അതെ അതെ, അതായത് നിസ്സഹായരായിട്ടാണ് ചിലവര് നിൽക്കുന്നത് അല്ലെ, ചില ടീച്ചേഴ്സ്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒന്നും ചെയ്യാൻ പറ്റില്ല അവർക്ക്.
അതായത് തുറന്നു പറയാനും പറ്റില്ല, ഉൾവലിയാനും പറ്റാത്തൊരവസ്ഥ, അതിൽ നിന്ന് പിന്നോട്ട് പോവാനും തുറന്നു പറയാനും പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന ചില ടീച്ചേഴ്സ് ഉണ്ട്. അത് അവരുടെ സാഹചര്യമാണ്. അങ്ങനെ പല രീതിയിൽ നമുക്ക് അതിനെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ സ്റ്റാൻഡ് എന്താണോ, നിങ്ങൾക്ക് ശരിയെന്ന് എന്താണോ തോന്നുന്നത് അത് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഞാൻ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നത് ഒരിക്കലും ശരിയല്ല. നിങ്ങൾക്ക് എന്താണ് ശരി ആസ് എ ടീച്ചർ, അതുപോലെ നിങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ് അവിടെ വേണ്ടത് കേട്ടോ. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ചില കുട്ടികള് നമ്മൾ കാണാറുണ്ട്. ഇപ്പൊ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണെങ്കിലും കൂടിയും ചില കുട്ടികൾ എന്താ ചെയ്യാറുണ്ട്, മതിലൊക്കെ എഴുതാറുണ്ട് അല്ലെ? ഇല്ലേ? സ്കൂളിന്റെ മതിലില് കുറെ ചോക്കൊക്കെ ഉപയോഗിച്ച് കുറെ കാര്യങ്ങളൊക്കെ എഴുതാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചിലപ്പോ ബിൽഡിംഗ് ചിലപ്പോ ഡാമേജ് ഉണ്ടാക്കാം. എന്തോ ഡെസ്കില്, ബെഞ്ചില് ആ അതെ 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 കോമ്പസ് ഇല്ലേ, കോമ്പസ് വെച്ചിട്ട് ഡെസ്കിനകത്തും വെച്ചിട്ട് ബെഞ്ചിനകത്തും അതൊക്കെ ചെയ്യാറുണ്ട് അല്ലെ? ഓക്കെ. പിന്നെ ചിലപ്പോ ബിൽഡിങ്ങിന് സുർമി പറഞ്ഞോളൂ. ഇപ്പൊ പുതിയ ബെഞ്ചുകളൊക്കെ പെയിന്റ് അടിച്ച് നല്ല ഇരുമ്പിന്റെ ഒക്കെ അല്ലേ, അത് നല്ല പുതിയതിലൊക്കെ കോമ്പസും കൊണ്ടൊക്കെ വരച്ച് വൃത്തികേടാക്കുക ചെയ്യൂല. അതെ അതെ അതെ, ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ബിൽഡിങ്ങിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടാക്കുന്നതോ, പിന്നെ റെസ്ട്രിക്റ്റഡ് ഏരിയാസിൽ, അതായത് അവർക്ക് പോകാൻ പറ്റാത്ത സ്ഥലത്ത്, റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഏരിയാസിൽ പോകുന്നത്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മരത്തിൽ, ട്രീസിൽ നിന്നൊക്കെ ഇലകൾ, ലീവ്സ്, അതുപോലെ തന്നെ ഫ്ലവേഴ്സ്, ഇതൊക്കെ പറിച്ചെടുക്കുന്നത്, ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാല് അവരെ തിരുത്തണം എന്നാണ് പറയുന്നത്. ഇതെന്തുകൊണ്ടാണ് അങ്ങനെ തിരുത്തണം എന്ന് പറയുന്നത്? ഇപ്പോ നമുക്കറിയാം സ്കൂളിന്റെ ചില ഭാഗങ്ങളിൽ ഉണ്ടാവാറുണ്ട്, സ്കൂൾ മതിലുണ്ടല്ലോ, അതിന്റെ പുറത്തായിട്ടായിരിക്കും ചില വീടുകളൊക്കെ ഉണ്ടാവുക. ആ വീടിന് അടുത്തായിട്ട് ചിലപ്പോ പലതരത്തിലുള്ള മരങ്ങൾ ഉണ്ടാകും. ചിലപ്പോ മാംഗോ ട്രീ ഉണ്ടാകും, അതുപോലെ ചാമ്പയ്ക്ക, ലൂബിക്ക, അല്ലെ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാറില്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് സ്കൂൾ കോമ്പൗണ്ടിനുള്ളിലല്ല കേട്ടോ, സ്കൂൾ കോമ്പൗണ്ടിന് പുറത്ത് പലരുടെയും വീടിനടുത്തായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പൊ ചില കുട്ടികൾ എന്ത് ചെയ്യാറുണ്ട്, മതില് ചാടി ചെന്നിട്ട് ഈ മാങ്ങയും ലൂബിക്കയും ചാമ്പയ്ക്കൊക്കെ പറിച്ചുകൊണ്ട് വരും, ഇല്ലേ? അപ്പൊ അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? അല്ല അല്ല, അത് സ്കൂളിനെയാണ് ചെയ്യുന്നത്. സ്കൂളിന്റെ ഡിസിപ്ലിനെ ബാധിക്കുമല്ലേ അത്? സ്കൂൾ ഡിസിപ്ലിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ, നമ്മൾ മാങ്ങ പറിക്കാനൊക്കെ പോയിട്ടുണ്ടോ? ഒന്ന് ഓർത്തു നോക്കിയേ. ഇല്ലേ? നമ്മൾ പറഞ്ഞിട്ടുണ്ടാവില്ല, ഉണ്ടാവും. ഏതൊരു സ്കൂളിന്റെ അടുത്തായാലും ഇങ്ങനെയുള്ള മരങ്ങളൊക്കെ ഉണ്ടാകും. അപ്പൊ നമുക്കും തോന്നും ഇത് പറിക്കാല്ലേ, ഇത് നമ്മൾ ചിലപ്പോ എന്താ പറയാ, നല്ല ഇതിലായിട്ട് നിന്നിട്ടുണ്ടാവും, അത് കിട്ടണം എന്ന് ഓർത്തിട്ട്. ആ ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവും അല്ലെ? അപ്പോ ഈ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുവാണെങ്കിൽ എന്ത് ചെയ്യണം, അത് കുട്ടികളെ തിരുത്താനായിട്ട് ശ്രമിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, റെസ്ട്രിക്റ്റഡ് ഏരിയാസിൽ പോകുന്നത്, അവിടെ നിന്നുള്ള ഇലകളോ പൂക്കളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറിക്കുന്നതൊക്കെ തിരുത്താനായിട്ട് ടീച്ചേഴ്സ് ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ തന്നെ സ്കൂൾ മാനേജ്മെന്റിന്റെയും ടീച്ചേഴ്സിന്റെയും ഒക്കെ നേതൃത്വത്തില് ക്ലീനിങ് ഡേ ആയിട്ട് ഒരു ദിവസം ആചരിക്കണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ നമുക്കറിയാം സേവനവാരം എന്നൊക്കെ പറയും അല്ലെ, സ്കൂളുകളിൽ നടത്താറുണ്ടല്ലോ, ഇല്ലേ? നമ്മളും ചെയ്തിട്ടില്ലേ? ഫുൾ ക്ലീൻ ചെയ്യും അല്ലെ, പുല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറിച്ചു കളയും, പിന്നെ അടിച്ചുവാരും അല്ലെ? അങ്ങനെയുള്ള കുറെ അധികം കാര്യങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നടത്തണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതായത് കുട്ടികളെ ആ പരിസരം അല്ലെങ്കിൽ പേഴ്സണൽ ഹൈജീൻ, അല്ലെങ്കിൽ എന്താ പറയാ, നമ്മുടെ സറൗണ്ടിങ്സുമായി എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹൈജീൻ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ അതും ടീച്ചേഴ്സ് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോ ആ ഒരു പാരഗ്രാഫില് അതാണ് പറയുന്നത് കേട്ടോ. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ഡിസിപ്ലിൻ മെയിൻ്റനൻസ് ആണ്. ഡിസിപ്ലിൻ ആൻഡ് മെയിൻ്റനൻസ്, അതൊന്ന് റീഡ് ചെയ്തോളൂ കേട്ടോ.
സുറുമി വായിച്ചു കഴിഞ്ഞോ? കഴിഞ്ഞു മാം. വായിച്ചോളൂ ഒന്ന്. ഓക്കെ. വായിച്ചിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കൂ കേട്ടോ. അറിയാവുന്നത് പറഞ്ഞാൽ മതി. Discipline and maintenance. Parents expect more disciplinary training from the school than the book education. മുഴുവൻ വായിച്ചിട്ട് പറഞ്ഞോ അതോ മുഴുവൻ വായിച്ചിട്ട് പറഞ്ഞാൽ മതി. ഫുൾ ആയിട്ട് വായിച്ചിട്ട് പറഞ്ഞാൽ മതി. Okay. For this maintenance, the discipline in the classroom itself is not sufficient. Students have to behave before the elders, with their friends, and with others, even if the student is alone. Self-discipline should have to be maintained, so the teacher as a body of the school should enforce discipline. Discipline is not like intelligence to come by nature. It comes only by practice. So every teacher has a duty to force discipline then and there. If she finds default in this, she has the right to take punitive action against them. The teacher also should keep discipline and be the model to the students. She should completely avoid bad habits such as gossiping, nail biting, etc. And if she finds the co-staff is doing such, she should not be the right to enhance discipline which will create problems. But she can give friendly talk to them separately about it. ഇത് കുട്ടിയുടെ ഡിസിപ്ലിനായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. പേരൻസ് എക്സ്പെക്ട് മോർ ഡിസിപ്ലിനറി ട്രെയിനിങ് ഫ്രം ദ സ്കൂൾ ദാൻ ദ ബുക്ക് എഡ്യൂക്കേഷൻ. ഒരു പേരൻസ് എപ്പോഴും കുട്ടികളില് ഡിസിപ്ലിൻ പ്രതീക്ഷിക്കുന്ന ഒരു ബുക്കിലെ പഠിത്തത്തോടു കൂടിയല്ല, സ്കൂളിൽ നിന്ന് കൊടുക്കുന്ന ട്രെയിനിങ്ങിലൂടെയാണ് പേരൻസ് ഡിസിപ്ലിൻ പ്രതീക്ഷിക്കുന്നത്. ഫോർ ദിസ് മെയിൻ്റെനൻസ് ദ ഡിസിപ്ലിൻ ഇൻ ദ ക്ലാസ് റൂം ഇറ്റ് സെൽഫ് ഈസ് നോട്ട് സഫിഷ്യന്റ്. അപ്പൊ ക്ലാസ് റൂമിന്റെ അകത്തൊരു ഡിസിപ്ലിൻ മാത്രം പോരാ ഒരു കുട്ടിക്ക്. ആ കുട്ടിക്ക് സ്റ്റുഡന്റ് ഹാവ് ടു ബിഹേവ് ബിഫോർ ദ എൽഡേഴ്സ്. മുതിർന്നവരോട് കുട്ടി എങ്ങനെ പെരുമാറുന്നു, അവരുടെ വിത്ത് ദെയർ ഫ്രണ്ട്സ്, അവരുടെ കൂട്ടുകാരോട് അവർ എങ്ങനെ പെരുമാറുന്നു, ആൻഡ് അതേഴ്സ്, അതുപോലെ മറ്റുള്ളവരോടും. ഈവൻ ഇഫ് ദ സ്റ്റുഡന്റ് ഇസ് അലോൺ. അതുകൂടാതെ ഒരു കുട്ടി ഒറ്റയ്ക്കാണെങ്കിൽ പോലും ആ കുട്ടി എങ്ങനെ പെരുമാറും, അതെല്ലാം ഡിസിപ്ലിന്റെ ഭാഗമാണ്. സെൽഫ് ഡിസിപ്ലിൻ ഷുഡ് ഹാവ് ടു ബി മെയിൻറ്റെയിൻഡ്, സോ ദ ടീച്ചർ ആസ് എ ബോഡി ഓഫ് ദ സ്കൂൾ ഷുഡ് എൻഫോഴ്സ് ഡിസിപ്ലിൻ. സെൽഫ് ഡിസിപ്ലിൻ നമുക്ക് നിർബന്ധമായിട്ട് നമ്മൾ പാലിക്കേണ്ട ഒരു കാര്യമാണ്. അത് ഒരു ടീച്ചറായിട്ട് ടീച്ചറിനാണ് പ്രധാനപ്പെട്ട ഒരു റോൾ അതിലുള്ളത്. ടീച്ചർ ഒരു പ്രധാനപ്പെട്ട ബോഡി ആയിട്ട് നിന്ന് ഡിസിപ്ലിൻ കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കണം. ഡിസിപ്ലിൻ ഇസ് നോട്ട് ലൈക്ക് ഇന്റലിജൻസ് ടു കം ബൈ നേച്ചർ. പ്രകൃതിയെ ഉണ്ടാകുന്ന ഒരു വൈദഗ്ധ്യമല്ല ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഇറ്റ് കംസ് ഓൺലി ബൈ പ്രാക്ടീസ്. പ്രവൃത്തിയിലൂടെയാണ് നമുക്ക് ഡിസിപ്ലിൻ കിട്ടുകയുള്ളൂ. So every teacher has a duty to force discipline then and there. അതുകൊണ്ട് ഓരോ ടീച്ചറും അവരുടെ കുട്ടിക്ക് ഡിസിപ്ലിൻ ഉണ്ടാക്കിയെടുക്കണം. If she finds default in this, she has the right to take punitive action against them. എന്തെങ്കിലും ഒരു ഡിഫോൾട്ട്, ഒരു വിട്ടുവീഴ്ച കാണുകയാണെങ്കിൽ ആ ടീച്ചർക്ക് ഒരു പണിഷ്മെന്റ് കൊടുത്ത് അങ്ങനെ ആ രീതിയിലൊക്കെ ആ കുട്ടിയിലെ ഡിസിപ്ലിൻ കൊണ്ടുവരാൻ സാധിക്കും, ടീച്ചർക്ക് കഴിയും. The teacher also should keep discipline and be the model to the students. ഒരു ടീച്ചറും ഡിസിപ്ലിൻ കീപ്പ് ചെയ്യുകയും കുട്ടികൾക്ക് മാതൃകയാവുകയും ചെയ്യണം. She should completely avoid bad habits such as gossiping, nail biting, etc. ടീച്ചറെ എപ്പോഴും ബാഡ് ഹാബിറ്റ്സ് നിന്ന് ഒഴിവായി നിൽക്കണം. അതായത് ഗോസിപ്പ്, അങ്ങനെ മറ്റു ടീച്ചേഴ്സുമായിട്ടോ കുട്ടികളുമായിട്ടോ ഗോസിപ്പ് പറയുക, നഖം കടിക്കുക, അങ്ങനെയുള്ള ബാഡ് ഹാബിറ്റ്സ് ടീച്ചറും ടീച്ചറും അവോയ്ഡ് ആയിട്ട് നിൽക്കണം. And if she finds the co-staff is doing such, she should not be the right to enhance discipline, which will create problems. ഒരു co-staff, സ്കൂളിലുള്ള മറ്റ് സ്റ്റാഫുകൾ അങ്ങനെ എന്തെങ്കിലും ഒരു ബാഡ് ഹാബിറ്റ്സ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ ആ ടീച്ചർക്ക് അവിടെ ഒരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യാനുള്ള റൈറ്റ് ടീച്ചർക്ക് അവിടെ ഇല്ല. ബട്ട് ഷീ ക്യാൻ ഗീവ് ഫ്രണ്ട്ലി ടോക്ക് ടു ദം സെപ്പറേറ്റ്ലി അബൌട്ട് ഇറ്റ്. പക്ഷെ അവരോട് സെപ്പറേറ്റ് ആയിട്ട് നല്ല രീതിയിൽ സൗഹൃദപരമായിട്ട് പറഞ്ഞ് അവരെ തിരുത്തി നല്ല രീതിയിൽ കൊണ്ടുവരാൻ ടീച്ചർ ശ്രദ്ധിക്കണം. ഓക്കെ മിസ്? ഓക്കെ. അപ്പോ ഡിസിപ്ലിൻ ആൻഡ് മെയിൻ്റെനൻസ്, അതായത് അച്ചടക്ക പരിപാലനത്തെ കുറിച്ചിട്ടാണ് ഈ ഒരു പാരാഗ്രാഫിൽ പറയുന്നത്. നമ്മൾക്കറിയാം പാരന്റ്സ് കുട്ടികള് പുസ്തകങ്ങൾ പഠിക്കുന്നതിനേക്കാൾ ഉപരി കുട്ടികള് എന്താ പറയാ ഈ ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നല്ലൊരു കുട്ടികളിൽ നല്ലൊരു പെരുമാറ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ സ്കൂളിൽ നിന്ന് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളൊക്കെ പാരന്റ്സ് ആണ് അല്ലെ? നമ്മള് ചിന്തിക്കാറില്ലേ മറ്റുള്ള കുട്ടികളെ പോലെ അല്ലെങ്കിൽ മറ്റുള്ളവരെക്കാൾ ഒരു പിടി മുന്നിൽ നമ്മുടെ കുട്ടികൾ നല്ല പെരുമാറ്റം കാഴ്ചവെക്കണമെന്ന്
ആഗ്രഹിക്കാറുണ്ട് അല്ലെ? നന്നായിട്ട് പഠിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട് അല്ലെ? അതൊരു സന്തോഷമാണ്. എല്ലാ കുട്ടികളുടെയും ഇടയിൽ വെച്ചിട്ട് നമ്മുടെ കുട്ടിയെ മാത്രം ടീച്ചർ പുകഴ്ത്തി പറയുന്നു, നമ്മുടെ കുട്ടിക്ക് മാത്രമാണ് ഫസ്റ്റ് കിട്ടുന്നത്, അതൊക്കെ നമ്മൾ ആഗ്രഹിക്കാറുണ്ട് അല്ലെ? ഇല്ലേ? എല്ലാ പാരന്റ്സും ആഗ്രഹിക്കുന്ന കാര്യം തന്നെയാണത്. പക്ഷെ അതിനേക്കാൾ കൂടുതലായിട്ട് ഒരു പാരന്റ് എന്ന രീതിയിൽ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കേണ്ട ഒരു കാര്യമാണെന്ത്? കുട്ടികള് നല്ലൊരു വ്യക്തിയായിട്ട് വളരുക എന്നുള്ളത്. കുറെ ബുക്കുകൾ നമ്മള് കുട്ടികള് പഠിച്ചു, അല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ, കുറെ അറിവുകൾ കിട്ടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കണം ജീവിതത്തിൽ. അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോഴാണ് അവൻ ശരിയായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറുന്നത് അല്ലെ? നല്ലൊരു മനുഷ്യനായിട്ട് രൂപപ്പെടുന്നത് അല്ലെ? അതല്ലേ ഏറ്റവും നല്ലതെന്ന് പറയുന്നത്? അത് തന്നെയാണ് കേട്ടോ. അപ്പൊ കുറെ മാർക്ക് വാങ്ങണം, അല്ലെങ്കിൽ എന്റെ കുട്ടി ക്ലാസ്സിൽ ആഗ്രഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, ക്ലാസ്സിൽ ഫസ്റ്റ് ആവണം എന്ന് ആഗ്രഹിക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല. എല്ലാവരുടെയും ആഗ്രഹവും ആവശ്യമൊക്കെ അത് തന്നെയാണ്. പക്ഷെ അതിനേക്കാൾ ഉപരി നമ്മൾ ചിന്തിക്കേണ്ടത് നല്ലൊരു വ്യക്തിയായിട്ട് കുട്ടികളെ രൂപപ്പെടുത്തുക എന്നുള്ളതാണ്. അതിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഓക്കെ, മറ്റുള്ളവര് നമ്മുടെ കുട്ടിയെ കുറിച്ച് പറയണം, നിന്റെ മോൻ നല്ലതാണല്ലോ, നന്നായിട്ട് പെരുമാറാൻ അറിയാം, നല്ലോണം ബിഹേവ് ചെയ്യാൻ അറിയാം അല്ലെ? അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും അല്ലെ? കുറേയധികം വാല്യൂസ് നമ്മള് ഈ ഒരു ഇവിടെ തന്നെ നമ്മുടെ ഈ ഒരു പാർട്ട് 4 തന്നെ ഒരു ചാപ്റ്റർ ഉണ്ട്, 7ാമത്തെ ചാപ്റ്റർ. കുറെ വാല്യൂസ് കുട്ടികളിൽ ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ കുട്ടി നല്ലൊരു ഇൻഡിവിജ്വൽ ആയിട്ട് രൂപപ്പെടുന്നത് എങ്ങനെയാണെന്ന് ആ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. അപ്പൊ അതിന് കുറേയധികം കാര്യങ്ങൾ സഹായിക്കും. ഇപ്പോ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് വാർദ്ധക്യമാകുമ്പോഴത്തേന്, അതായത് ഓൾഡ് ഏജ് ആകുന്ന ആളുകളെ അനാഥാലയങ്ങളിൽ കൊണ്ടുചെന്നാക്കുന്നത് അല്ലെ? കണ്ടുവരുന്ന ഒരു പ്രവണതയല്ല ഇത്? എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്? എന്തുകൊണ്ടാണ് അത്രയും നാള് വളർത്തി വലുതാക്കിയ മക്കളാണ് അവരെ ഈ പാരന്റ്സിനെ കൊണ്ടുചെന്നിട്ട് ഈ ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടുവന്നാക്കുന്നത് അല്ലെ? അപ്പൊ എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ കൊണ്ടുവന്നാക്കുന്നത്? എന്തുകൊണ്ടായിരിക്കാം? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അത് പ്രായമുള്ളവരാകുമ്പോഴത്തേക്ക് അവരെ നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ആ ഒരു എന്താ പറയാ കടമയിൽ നിന്ന് അവര് രക്ഷപ്പെടാൻ നോക്കണതല്ലേ മാം? അത് ശരിക്കും അച്ഛനും അമ്മയും നോക്കുക എന്നുള്ളത് ഒരു മക്കളുടെ കടമയല്ലേ? പ്രായമായി കഴിഞ്ഞാലും അവരുടെ മരണം വരെ നമ്മളെ നോക്കുക എന്നത് നമ്മുടെ കടമയാണ്. ചിലര്, അതായത് നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഭൂരിപക്ഷം ആൾക്കാർ ചെയ്യണത്, പുറത്തൊന്നും കുറെയൊന്നും അറിയണില്ല, കുറെയൊക്കെ ന്യൂസ് വഴി നമ്മൾ അറിയണ്ട്, പാരന്റ്സിനെ റോട്ടിൽ ഉപേക്ഷിക്കണ്, അനാഥാലയത്തിൽ ഉപേക്ഷിക്കണ്, അമ്പലങ്ങളിൽ പോകുമ്പോ അവിടെ ഉപേക്ഷിച്ചിട്ട് വരുന്നു എന്നൊക്കെ പറയണത്. ശരിക്കും പറഞ്ഞാൽ കടമയിൽ നിന്ന് അവര് എന്താ പറയാ തടി തപ്പുക, ഒളിച്ചോടുക എന്നുള്ള ഒരു വശമല്ലേ? എന്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞത് കേട്ടോ മാം. അതെ അതെ, ശരിയാണ് പറഞ്ഞത്. പറയാം, ഇനി ബാക്കിയുള്ളവർക്ക് പറയാം. എന്തുകൊണ്ടായിരിക്കും? പിന്നെ ഒരു വിഭാഗം പണത്തിന് വേണ്ടി ഓടുമ്പോ പാരന്റ്സിന് അവർക്കൊരു ബാധ്യതയായിരിക്കും. പണത്തിന് വേണ്ടിയിട്ട് ജോലി ചെയ്യണം, പണം സമ്പാദിക്കണം. അപ്പൊ മാതാപിതാക്കളെ നോക്കാൻ കുറച്ച് പൈസ അങ്ങോട്ട് കൊടുത്തേക്കാം, അവരെ മറ്റൊരു നോക്കിക്കോട്ടെ എന്ന തരത്തില് സ്വന്തം കടമ ചെയ്യാന് പറ്റില്ല. പിന്നെ അത് സ്നേഹത്തിന് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാൻ തയ്യാറല്ല. പലരും കഴിഞ്ഞത് മറന്നുപോകും ഇല്ലേ? പലരും കഴിഞ്ഞത് മറന്നു പോയിട്ട് ഒക്കെ മറന്നുപോകും. പേരൻസ് എന്തെല്ലാം സഹിച്ച് നമ്മളെ വളർത്തുന്നത്, പക്ഷെ അതൊക്കെ പലരും മറന്നുപോകും. അങ്ങനെ ഒരു വിഭാഗം ആളുകള്. അതെ അതെ. പിന്നെ വിദേശത്തൊക്കെ ജോലിയുള്ളവര് അവർക്കതൊരു ബാധ്യതയാണ് കൂടെ കൊണ്ടുപോകാനും നോക്കാനൊക്കെ. അപ്പൊ അവർക്ക് ഏറ്റവും ഈസിയായ ഒരു വഴിയാണ് തെരഞ്ഞെടുക്കുന്നത്. പിന്നെ കൂടെ വന്ന ആൾ, ഒരു മോനാണെങ്കിൽ കല്യാണം കഴിച്ചു കൊടുക്കുന്ന ആള് ചിലപ്പോ ഈ പേരൻസിനെ നോക്കാൻ തയ്യാറാവില്ല. അങ്ങനെ കുറെ പ്രശ്നങ്ങൾ വരും. ഓക്കെ, അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ കുട്ടികള് നല്ല രീതിയിൽ നമ്മളെ ട്രീറ്റ് ചെയ്യണമെങ്കിൽ നമ്മളും ചില കാര്യങ്ങൾ കുട്ടികൾക്ക് കൊടുക്കേണ്ടതുണ്ട് അല്ലെ? വളരെ ചെറുപ്പത്തിൽ തന്നെ. അതെന്തൊക്കെയായിരിക്കും? വയസ്സാകുന്ന ഇപ്പൊ നമ്മൾ ചില ആളുകളെ കാണാറുണ്ട് അല്ലെ? ചില മക്കള് നല്ല രീതിയിൽ അച്ഛനമ്മമാരെ നോക്കുന്നവരുണ്ട്. എത്ര വയസ്സായി കഴിഞ്ഞാലും വളരെ കെയർഫുൾ ആയിട്ടൊക്കെ ആയിരിക്കും അവരെ കൊണ്ട് നടക്കുന്നത്. അതെന്തുകൊണ്ടായിരിക്കും? അത് മാം, ഇപ്പം നമ്മള് നമ്മുടെ മാതാപിതാക്കളെ നോക്കുന്നത് അവര് കാണണം. അവര് കാണുമ്പോഴാണ് അവര് നമ്മളെ നോക്കുന്നത്. അവരോട് നമ്മൾ എങ്ങനെ പെരുമാറുന്നോ അതെ. ഇപ്പം അമ്മയൊന്ന് പോയേ, അമ്മയൊന്ന്, ഇപ്പൊ കൊച്ചാ, ഇപ്പൊ എന്റെ ആള് 2 വയസ്സാവുന്നേ ഉള്ളൂ, അടുത്ത മാസം 2 വയസ്സാവും. പപ്പ, എന്താ ഹസ്ബൻഡിന്റെ പപ്പ അമ്മച്ചി എടുത്ത് പറയും നീ പോയേന്ന് പറഞ്ഞ
അവൻ അത് കേട്ടിട്ട് പറയും നീ പോ എന്ന് പറയും. നമ്മൾ എന്തോ പറയുന്നോ അത് കേട്ടേ പിള്ളേർ പറയുന്നത്. നമ്മൾ കാണിക്കുന്നതും ചെയ്യുന്നതും കണ്ടാണ് അവർ വരുന്നത്. അപ്പൊ നമ്മൾ കൊണ്ടുപോയി ഇപ്പൊ അവരെ എവിടെയെങ്കിലും കൊണ്ടാക്കിയാ അവര് നമ്മളെ കൊണ്ടാക്കും. അത്രേ ഉള്ളൂ. യെസ്, ജോബി പറഞ്ഞത് കറക്റ്റ് ആണ്. അതൊരു പോയിന്റ് ആണ്. പിന്നെ എന്തൊക്കെ ചെയ്യാം നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ മറ്റുള്ളവരെ കണ്ട് ബഹുമാനിക്കാന് പഠിപ്പിക്കണം. ഇപ്പൊ മുതിർന്നവരായാലും കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. മുതിർന്നവരൊക്കെ കണ്ടാലും നമ്മൾ ബഹുമാനിക്കാനും അവരെ കണ്ടാൽ നമ്മള് സംസാരിക്കാനും ഒക്കെ ഒരു ഇത് നമ്മളെ മക്കളിൽ വളർത്തി കൊണ്ടുവരണം. ചെറുപ്പത്തിലേ അത് നമുക്ക് അങ്ങനെ. ഇപ്പൊ എന്റെ മോൻ എല്ലാവരെയും കണ്ടാൽ ഞങ്ങളിതില് സലാം പറയാന്ന് പറയില്ലേ, എന്റെ മൂത്ത മോനെ എല്ലാവരെ കണ്ടാലും പെട്ടെന്ന് സലാം പറയും. അപ്പൊ എല്ലാവരും പറയും എന്റെ മോനെ എപ്പോഴും നല്ലൊരു സ്വഭാവം, അവന് നല്ല ഇത് കേട്ടോ. പക്ഷെ എല്ലാരും കണ്ടാ പെട്ടെന്ന് കൈ കൊടുക്കും. അപ്പൊ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. അപ്പൊ നമ്മൾ ചെറുപ്പത്തിലേ അങ്ങനെ അവരോട് പറഞ്ഞെടുത്ത് സംസാരിച്ച് കൊടുത്താൽ അവര് അതേമാതിരി ചെയ്യും. പിന്നെ നമ്മൾ താഴ്ന്നവരിലേക്ക് നോക്കുക എന്ന് പറയും. നമ്മൾ ഉയർന്നവരിലേക്ക് നോക്കാതെ താഴ്ന്നവരിലേക്ക് എപ്പോഴും നോക്കുക. അതൊക്കെ മക്കളെ നമ്മൾ എപ്പോഴും പറഞ്ഞു കൊടുത്ത് ശീലിപ്പിക്കുക. അതൊക്കെ നല്ലൊരു ഇതാവും. വെരി ഗുഡ്. നമ്മുടെ കഷ്ടപ്പാട് അറിഞ്ഞു വളർത്തണം. എല്ലാം കൊടുത്തല്ല വളർത്തുന്നത്. കഷ്ടപ്പാടുകള് നമ്മുടെ കഷ്ടപ്പാട് അറിഞ്ഞാണ് നമ്മുടെ മക്കളെ വളർത്തേണ്ടത്. അല്ലാതെ എല്ലാം കൊടുത്തിട്ടല്ല വളർത്തേണ്ടത്. ഇന്നത് മേടിക്കാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല എന്ന് അവരറിയണം. പിന്നെ നമ്മൾ നമ്മുടെ പാരന്റ്സിന് കൊടുക്കുന്ന ബഹുമാനം ഞാൻ പറഞ്ഞോട്ടെ മാം? പറഞ്ഞോളൂ സംഗീത, പറഞ്ഞോളൂ. എല്ലാവർക്കും പറയാം. നമ്മള് പാരന്റ്സിന് നമ്മുടെ മക്കളുടെ മുമ്പിൽ വെച്ച് നമ്മൾ പാരന്റ്സിന് കൊടുക്കുന്ന ബഹുമാനം അവര് കണ്ടു വളരണം. അപ്പൊ ആ ബഹുമാനം അവര് പിന്നീട് നമ്മളോടായിരുന്നാലും എന്റെ അപ്പനും അമ്മയും ഇങ്ങനെയായിരുന്നല്ലോ, അച്ഛനും അമ്മയോടൊക്കെ നല്ല ബഹുമാനവും നല്ല സ്നേഹമായിരുന്നല്ലോ, അപ്പൊ ഞങ്ങളും അങ്ങനെ നിൽക്കണമെന്ന് അവള് ചിന്തിക്കും. അപ്പൊ നമ്മളെ ഒരു ഒരു മോശമായ രീതിയിൽ കൊണ്ടുവരാനൊന്നും അവർ ആഗ്രഹിക്കില്ല. ആ ബഹുമാനം എപ്പോഴും നിലനിൽക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശരിയല്ലേ മാം? പിന്നെ നമ്മുടെ ഇപ്പൊ ജോൺസി പറഞ്ഞ മാതിരി നമ്മൾ വളർന്ന സിറ്റുവേഷനും ഇപ്പൊ അവര് വളരുന്ന സിറ്റുവേഷനും കമ്പയർ ചെയ്ത് നമ്മൾ എപ്പോഴും അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ആയതെന്നും അപ്പൊ നിങ്ങളായിരുന്നാലും ആ കഷ്ടപ്പാട് എന്താന്നുള്ളത് നിങ്ങളും അറിയണം. പിന്നെ ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങി കൊടുക്കണ്ടെന്നല്ല, വാങ്ങിച്ചു കൊടുക്കണം. പക്ഷെ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ആ ബുദ്ധിമുട്ടും കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി വേണം അവരെ വളർത്തിക്കൊണ്ടുവരാനെന്നാണ് എന്റെ അഭിപ്രായം. ഇത്ര ഉള്ളൂ. മാം, പിന്നെ നമ്മൾ പേരൻസിനോട് കാണിക്കണ പോലെ തന്നെ പേരൻസിന് മക്കളോടും കുറച്ച് എന്താ പറയാ ഒരു ഇത് വരണം. ചില പേരൻസ് ഉണ്ട് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് മക്കളെ വളർത്തും. അവര് പറയണ പോലെ അവര് വരക്കണ വരയിൽ തന്നെ പോകണം. ഒരു റോബോട്ടിനെ പോലെ, ചിലപ്പോൾ ഒരു ബിസിനസ് ടൂൾ പോലെ അങ്ങനെ വളർത്തരുത്. അവര് പറയുന്ന കരിയർ തിരഞ്ഞെടുക്കണം. അവര് പറയുന്ന മേഖലയോട് തന്നെ പോകണം. അങ്ങനെ ആകുമ്പോൾ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടാവില്ല. കാരണം അവര് എന്താ പറയാ ഒരു അവരുടെ ഒരു ടൂളായിട്ടാണ് മക്കളെ വളർത്തുന്നത്. ചിലപ്പോ വാപ്പയും മകനും തമ്മിൽ വലിയ സംസാരം ഒന്നും ഉണ്ടാവില്ല, പക്ഷെ പറയണത് അനുസരിക്കണം. അങ്ങനെ ആവരുത്. അങ്ങനെ ആവുമ്പോ അവർക്ക് പാരന്റ്സിനോടുള്ള ഒരു അറ്റാച്ച്മെന്റ് കുറഞ്ഞു വരും. അവരുടെ ലൈഫ് തിരഞ്ഞു പോകും. അതെ. ഓക്കെ. കുട്ടികൾക്ക് ഫ്രീഡം കൊടുക്കണം എന്ന അഭിപ്രായം ഉണ്ടോ? തീർച്ചയായും ഫ്രീഡം കൊടുക്കണം അല്ലെ? അവർക്ക് അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം. എന്നാലാണ് അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ വളരാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ. അപ്പൊ കണ്ട് മനസ്സിലാക്കി തന്നെ ഓരോ കാര്യങ്ങളും എന്ത് ചെയ്യണം? കുട്ടി പഠിക്കേണ്ടതുണ്ട്. അപ്പൊ അത്തരത്തില് ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും എന്ത് ചെയ്യേണ്ടതുണ്ട്? കുട്ടിക്ക് പറഞ്ഞു കൊടുക്കേണ്ടതും കുട്ടി കണ്ടുപഠിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഓക്കെ. അപ്പോ ക്ലാസ് മുറിയിൽ കൊടുക്കുന്ന ഒരു എന്താ പറയാ ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല വരുന്നത്. അതായത് ക്ലാസ് റൂമിലെ കൊച്ചു എന്തെങ്കിലും, അതായത് കുട്ടി എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാല് അതിന് കുട്ടിയെ ശിക്ഷിക്കുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ കുട്ടി എങ്ങനെയാണ് മറ്റുള്ളവരോട് പെരുമാറുന്നത്, അതായത് മുതിർന്നവരെ ബഹുമാനിക്കുന്നുണ്ടോ, അവരോട് നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ടോ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി പാരന്റ്സ് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പൊ മുതിർന്നവരോട് മാത്രമല്ല കേട്ടോ, കൂടെയുള്ള അതായത് ഫ്രണ്ട്സിനോടും, കുട്ടിയുടെ ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ. ഇപ്പൊ
ചില പെൺകുട്ടികളോടൊക്കെ ആൺകുട്ടികൾ പെരുമാറുന്ന ചില രീതികളുണ്ട്. ചില സമയത്ത് നമുക്കൊരു റോങ് ഫീൽ അടിക്കും അത്. അതായത് നമുക്കറിയാല്ലേ, അതായത് നമുക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു കാര്യമാണത്. കുട്ടികളിൽ ജെൻഡർ ആയിട്ടുള്ള വ്യത്യാസങ്ങള്, അല്ലെങ്കിൽ ആൺപെൺ വ്യത്യാസങ്ങള്, പിന്നെ ആൺകുട്ടികളാണെങ്കിൽ പെൺകുട്ടികളെ എന്താ പറയാ റെസ്പെക്ട് ചെയ്യാത്ത രീതിയിൽ സംസാരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മള് ചില സമയത്തൊക്കെ നമ്മുടെ വീട്ടിലായാലും സ്കൂളിലായാലും ചില സമയത്ത് എന്താ പറയാ എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട്. ഓക്കെ. അപ്പൊ ആൺകുട്ടികളുടെ അമ്മമാര് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് രണ്ടുപേരും ഈക്വൽ ആണെന്നുള്ള രീതിയിൽ കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അത് വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ഒരു വീട്ടില് ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ഉണ്ടെങ്കിൽ രണ്ടു പേർക്കും രണ്ട് രീതിയിലുള്ള നീതി നടപ്പാക്കരുത്. രണ്ടുപേർക്കും ഒരേപോലെ തന്നെ എപ്പോഴും കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അവൻ ആൺകുട്ടിയാണ്, അതുകൊണ്ട് അവന് കുറച്ച് കൂടുതൽ, അവള് പെൺകുട്ടിയല്ലേ, അവൾക്ക് അത്രയും വേണ്ട, ആ ഒരു മനോഭാവം മാറ്റിയെടുക്കാന്നുള്ളതാണ്. ഇക്വാളിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. ടെക്സ്റ്റ് ബുക്കിൽ ഇത് പറയുന്നില്ല, എന്നാലും ഞാൻ പറഞ്ഞതാണ്. നമ്മൾ ഇതിനകത്ത് കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ജെൻഡർ ഈക്വാലിറ്റി പാലിക്കണം. അതെ അതെ. പെൺകുട്ടികളോട് ഇപ്പൊ കൂടെ പഠിക്കുന്ന പെൺകുട്ടികളോടാണെങ്കിലും സംസാരിക്കുമ്പോഴും അവരോട് പെരുമാറുമ്പോഴും എങ്ങനെയാണ് നന്നായിട്ട് പെരുമാറേണ്ടത്, അവർക്ക് എങ്ങനെയാണ് റെസ്പെക്ട് കൊടുക്കേണ്ടത്, അല്ലെ? ഇപ്പൊ ചില ആളുകൾ പറയാറുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്, അമ്മയെ നന്നായിട്ട് സ്നേഹിക്കാൻ പറ്റുന്നവന് ഭാര്യയെയും നന്നായിട്ട് സ്നേഹിക്കാൻ പറ്റുന്നു. കേട്ടിട്ടുണ്ടോ അങ്ങനെ? കേട്ടിട്ടുണ്ടല്ലേ? അതിനകത്ത് എന്തെങ്കിലും ഒരു ഇതുണ്ടോ, സത്യം ഉണ്ടോ, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഉണ്ട്. അമ്മയോട് അവർ റെസ്പെക്ട് കൊടുക്കുന്നവർ എന്തായാലും ഭാര്യയ്ക്കും അവർ റെസ്പെക്ട് കൊടുക്കും. കാരണം അമ്മ വീട്ടിൽ ചെയ്യുന്ന ജോലികളൊക്കെ കുറിച്ച് അവർക്ക് അറിയാലോ, ഇത്ര ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്നാണ്. ആ ഭാര്യയും അത് ചെയ്യുമ്പോ ആ ഒരു റെസ്പെക്ട് ഭാര്യയ്ക്കും കൊടുക്കും. എന്റെ ഹസ്ബൻഡ് അങ്ങനെയാണ്. ഹസ്ബൻഡിന്റെ അമ്മേനോട് ഭയങ്കര സ്നേഹം, അതുപോലെ തന്നെ എന്നോടായാലും അങ്ങനെ ദേഷ്യപ്പെടും, അങ്ങനെ കടും ഭാഷയൊന്നും ഇല്ല. ഫുഡ് കൊടുക്കുകയാണെങ്കിൽ സമയത്തിന് കൊടുത്തില്ലെങ്കിൽ ദേഷ്യപ്പെടും, അങ്ങനെയൊന്നും ചെയ്യില്ല. അതെ. അപ്പൊ നമ്മൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കുട്ടികൾ അത് ചെറുപ്പത്തിലേ തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇക്വാളിറ്റി എന്നുള്ളത് ആണിനും പെണ്ണിനും തുല്യമാണ്. രണ്ടുപേർക്കും സെപ്പറേറ്റ് ആയിട്ടുള്ളത് ഇനിയുള്ള കാലമാണ്, വരാനിരിക്കുന്ന കാലമാണ്, അല്ലെ? കുറെ അധികം മാറ്റങ്ങൾ ഇപ്പൊ തന്നെ നമ്മുടെ ലൈഫിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്, അല്ലെ? ശരിയല്ലേ? മുമ്പത്തെ പോലെയല്ലല്ലോ, കുറെ അധികം വ്യത്യാസങ്ങളില്ലേ ഇപ്പോ? പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന പോലെയല്ല, കുറെ അധികം ചേഞ്ചസ് ഇപ്പോഴത്തെ കാലത്ത് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മക്കൾക്കും ആ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക, കണ്ട് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ആവശ്യമെങ്കിൽ കുട്ടികൾക്ക് എന്ത് കൊടുക്കാം, നമ്മൾക്ക് ഈ പാരഗ്രാഫിൽ പറയുന്നുണ്ട്, വേണമെങ്കിൽ കുട്ടികൾ തെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ശിക്ഷ കൊടുക്കാം എന്ന് പറയുന്നുണ്ട്. കൊടുക്കണോ? ശിക്ഷ കൊടുക്കണോ? നിങ്ങളുടെ അഭിപ്രായം എന്താ? ടെക്സ്റ്റിൽ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ പടി നമ്മൾ വിഴുകുന്നില്ല കേട്ടോ. നിങ്ങളോട് കൂടി ചോദിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ശിക്ഷ കൊടുക്കാമോ? പണിഷ്മെന്റ് കൊടുക്കാമോ? അത് എന്താന്ന് കാര്യം തിരക്കിയതിന് ശേഷം അവരോട് ചോദിച്ചറിയണം എന്താ സംഭവം, എന്നിട്ട് അതിനനുസരിച്ച് പണിഷ്മെന്റ് കൊടുക്കാം. പണിഷ്മെന്റ് കൊടുക്കാം, അല്ലെ? ചെറിയ രീതിയിലുള്ള പണിഷ്മെന്റ് കൊടുക്കാം, അതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അവരെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലുള്ള പണിഷ്മെന്റുകൾ കൊടുക്കാതിരിക്കുക, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റുള്ളവരുടെ മുമ്പിൽ പ്രത്യേകിച്ചും. ഇപ്പൊ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഇതാണെങ്കിൽ, ആ ഒരു സമയത്താണെങ്കിൽ നമുക്ക് ചെറിയ പണിഷ്മെന്റ് കൊടുക്കാം. പക്ഷെ പുറത്തുനിന്നൊക്കെ ഉള്ള ആളുകൾ നമ്മുടെ വീട്ടിൽ വരുന്ന സമയത്ത് അവരുടെ മുമ്പിൽ കുഞ്ഞിനെ ഇൻസൾട്ട് ചെയ്യാതിരിക്കുക. അപ്പൊ കുഞ്ഞിനത് ഭയങ്കരമായിട്ട് കുഞ്ഞിന്റെ മനസ്സ് വിഷമിക്കുകയും പിന്നീട് വീണ്ടും അവന് ആ തെറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ. അപ്പൊ വേണമെങ്കിൽ നമുക്ക് ചെറിയ പണിഷ്മെന്റുകൾ കൊടുക്കാവുന്നതാണ് കുഞ്ഞിനെ തിരുത്തുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരാൾക്കും ജന്മനാ ലഭിക്കുന്നതല്ല ഡിസിപ്ലിൻ, അല്ലെ? ചില ആളുകൾക്ക് അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ കഴിവുണ്ടാവും, അല്ലെ? ജന്മസിദ്ധമായിട്ടുള്ള കഴിവുകൾ ഉണ്ടെന്നൊക്കെ ചിലവര് പറയാറുണ്ട്, അല്ലെ? അത് ചില കാര്യങ്ങളിൽ മാത്രം. ഡിസിപ്ലിന്റെ കേസിൽ അത് ജന്മനാ കിട്ടുന്നതല്ല, അത് നമുക്ക് ബൈ പ്രാക്ടീസിലൂടെയാണ് കിട്ടുന്നത്. ഏതൊരു വ്യക്തിയാണെങ്കിലും പ്രാക്ടീസിലൂടെയാണ് അത്. ഇപ്പൊ കള്ളനായിട്ട് ജനിക്കുന്ന ഒരു വ്യക്തി, അല്ലെ? കള്ളനായിട്ട് ജനിക്കുന്ന ഒരു വ്യക്തി കള്ളനായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിക്ക് കുറേയധികം, അതായത് അദ്ദേഹത്തിനെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് കുറേയധികം ആളുകൾ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ലൈഫ് സ്റ്റൈലിൽ മാറ്റം വരില്ലേ? പിന്നീട് അദ്ദേഹം കള്ളത്തരം ചെയ്യോ, മോഷ്ടിക്കോ? ഒരിക്കലുമില്ല, അല്ലെ? ഇതുപോലെ തന്നെയാണ് നമ്മുടെ രാമായണം എഴുതിയിട്ടുള്ള വാൽമീകി.
കള്ളനായിരുന്നു. അതൊക്കെ അറിയാലോ ആ ഒരു കഥ. അദ്ദേഹം കള്ളനായിരുന്നു. പിന്നീട് അദ്ദേഹം കുറേയധികം കാര്യങ്ങൾ ചെയ്തിട്ടൊക്കെയാണ് ആ ഒരു വാൽമീകി എന്ന് പറയുന്ന ആ ഒരു ഇതിലേക്ക് വന്നത്, അല്ലെ? അപ്പൊ ഇതാണ്, അതായത് നമുക്ക് പ്രാക്ടീസിലൂടെയാണ് നമ്മൾ ഏത് കാര്യങ്ങളും എന്ത് ചെയ്യുന്നത്, നേടിയെടുക്കുന്നത്. ഓക്കെ, പ്രത്യേകിച്ചും ഡിസിപ്ലിൻ അത് നമുക്ക് പ്രാക്ടീസിലൂടെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാവുന്നതാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. അത് കൂടാതെ ടീച്ചേഴ്സിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു ടീച്ചർ എന്ന രീതിയിൽ കുട്ടികളെ ഡിസിപ്ലിൻ പഠിപ്പിക്കുമ്പോൾ സ്വയം ഡിസിപ്ലിൻ ആകാനായിട്ട് ശ്രമിക്കണം, അല്ലെ? നമ്മൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അത് ആദ്യം പ്രാവർത്തികമാക്കാനായിട്ട് ശ്രമിക്കണം. പിന്നെ ടീച്ചേഴ്സിന്റെ ഇടയിൽ നമ്മൾ ചില കാര്യങ്ങൾ കാണാറുണ്ട് സ്റ്റാഫ് റൂമിലൊക്കെ, അല്ലെ? ചില ടീച്ചേഴ്സ് ഇരുന്ന് ഗോസിപ്പ് പറയുന്നത് കേൾക്കാം, അല്ലെ? പരദൂഷണം പറയുന്നത് കേൾക്കാം. ചിലപ്പോ നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട്, ഇപ്പൊ നമ്മൾ കുട്ടികളായിരുന്ന സമയത്ത് ഒന്ന് ഓർത്തു നോക്കിയാൽ മതി, സ്റ്റുഡൻസ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് ഓഫീസ് റൂമിൽ ചെല്ലുമ്പോഴായിരിക്കും ഈ 3-4 ടീച്ചേഴ്സ് തമ്മിലിരുന്ന് ഇങ്ങനെ മറ്റുള്ളവരെ കുറ്റം പറയുന്നതായിട്ട് കേൾക്കുന്നത്. അപ്പൊ ആ സ്വഭാവം ഉണ്ടെങ്കിൽ അത് ആദ്യം നിർത്തണം. കാരണം ഇതൊക്കെ കുട്ടികൾ ഇമിറ്റേറ്റ് ചെയ്യും. അതുപോലെ തന്നെ നെയിൽ ബിറ്റ്, ചില ടീച്ചേഴ്സിന്റെ നഖം കടിക്കുന്ന സ്വഭാവമുണ്ട് കുട്ടികളെ പോലെ. അപ്പൊ അതൊക്കെ നിർത്തണം. പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ, ഒരു ആരെങ്കിലും തമ്മിൽ കൂടെ ജോലി ചെയ്യുന്ന കൊളീഗ്സ് തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാല് അവരെ പരസ്യമായിട്ട് കുറ്റപ്പെടുത്തുന്ന രീതി മാറ്റുക. അതായത് ഒരു ഓഫീസ് റൂമില് 2 സ്റ്റാഫുകൾ തമ്മിൽ പരസ്പരം എന്തെങ്കിലും പറഞ്ഞ് വഴക്കടിച്ചു എന്ന് വിചാരിക്കാം. അപ്പോ രണ്ടുപേരെയും, അതായത് 2 പേർക്കും മോശമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ്. അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കുന്ന രീതിയൊക്കെ ഒഴിവാക്കുക. പിന്നെ അവരെ ഒറ്റയ്ക്ക് വിളിച്ചു വരുത്തിയിട്ട് എന്താ പറയാ, ഫ്രണ്ട്ലി ആയിട്ട് ഉള്ള ടോക്ക് നടത്താന്നുള്ളതാണ്. എന്ത് കാര്യം നമ്മൾ ചെയ്യുമ്പോഴും പരസ്യമായിട്ട് വിളിച്ചു പറയാനായിട്ട് നിൽക്കരുത്. ഫ്രണ്ട്ലി ടോക്കിലൂടെയാണ് എല്ലാ കാര്യങ്ങളും നമുക്ക് തിരുത്താനായിട്ട് നോക്കേണ്ടത്. ചില ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല പരസ്യമായിട്ട് പറയുന്നതൊന്നും, അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഹേർട്ട് ചെയ്യും അത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അത്തരത്തിലുള്ള ആളുകളെ അത്തരത്തിൽ വേണം കൈകാര്യം ചെയ്യണം. തെറ്റി വിളിച്ചു വരുത്തിയിട്ട് അവർക്ക് അതായത് നല്ല രീതിയിൽ മയത്തില് സംസാരിച്ച് ശരിയാക്കാനാണ് ശ്രമിക്കേണ്ടത്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളും ടീച്ചേഴ്സ് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ടീച്ചർമാരുടെ അതായത് ഡിസിപ്ലിൻ കുട്ടികളിൽ എങ്ങനെയാണ് നമ്മൾ കൊണ്ടുപോകേണ്ടതെന്നും ടീച്ചർ എങ്ങനെയാണ് അത് തിരുത്തേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് ഈ പാരഗ്രാഫിൽ പറയുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ ഇത് മാത്രമല്ല കേട്ടോ, ഇതിലും പുറമെ ധാരാളം കാര്യങ്ങളുണ്ട് ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട്. അപ്പൊ നിങ്ങൾ അതൊന്ന് നോക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ഒക്കെ ചെയ്ത് ഒന്ന് കണ്ടുപിടിച്ചിട്ട് വരിക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒന്ന് ഡിസ്കസ് ചെയ്യാം ഡിസിപ്ലിൻ കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു കാര്യം തരാം, നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നിങ്ങൾ അത് ചെയ്യാം. ഡിസിപ്ലിനെ പറ്റി ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാം. ഡിസിപ്ലിൻ ഇൻസിഡന്റ് ഒക്കെ വെച്ചിട്ട് ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് അത് ഉപകരിക്കും. ടീച്ചിങ് പ്രാക്ടീസിനൊക്കെ പോകുന്ന സമയത്ത് കുട്ടികളിൽ ഈ കഥ പറഞ്ഞു കൊടുത്താൽ മതി. നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത സ്റ്റോറി നിങ്ങൾ തന്നെ പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ ആ കുട്ടിയുടെ മനസ്സിൽ ഡിസിപ്ലിനെ കുറിച്ച് ഒരു നല്ലൊരു ധാരണ ഉണ്ടാവും. ഓക്കെ, അപ്പൊ 2 കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഒന്ന് ഡ്രോയിങ് ചെയ്യുക, സ്കൂൾ കോമ്പൗണ്ട്. രണ്ടാമത്തത് ഡിസിപ്ലിനെ കുറിച്ച് ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, 2 മനസ്സിലായല്ലോ? ഈ 2 ആക്ടിവിറ്റികളും അടുത്ത ക്ലാസ്സിൽ ചെയ്തിട്ട് വേണം കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നിങ്ങൾക്ക് സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാം. ഓരോരുത്തരുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചിട്ടാണ് അത് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ ഈ ഒരു ചാപ്റ്റർ തീർന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഓഫീസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് ഞാൻ എടുത്തത് കേട്ടോ. ഓക്കെ, വൈൻഡപ്പ് ചെയ്യാം. സൈൻ ഔട്ട് ചെയ്യുന്നുണ്ടോ? സൈനിങ് ഉണ്ടായില്ല, എന്നാലും ഞാൻ ചോദിക്കുവാണ്, സൈൻ ഔട്ട് ഉണ്ടോ? ഇല്ല. ഒരു 2 വരി ഞാൻ പാടാമേ. ഓക്കെ ഓക്കെ, പെട്ടെന്നുണ്ടായിരുന്നതാണ്. കണ്ണാൻ തുമ്പി പോരാമോ എന്നോ ഇഷ്ടം
കൂടാമോ എന്നെ കൂടാതില്ലല്ലോ എന്നുള്ളിൽ പൂക്കാലം കളിയാടാമേ കിളിമരത്തണലോളം കളിയാടാമേ കിളിമരത്തണലോളം കണ്ണാൻ തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ എന്നെ കൂടാതില്ലല്ലോ നിന്നുള്ളിൽ പൂക്കാലം. താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു. ഇംഗ്ലീഷിലല്ലേ മിസ്? ഇംഗ്ലീഷിൽ എഴുതാം, മലയാളത്തിൽ എഴുതാം. നിങ്ങൾക്ക് കുട്ടികളോട് പറഞ്ഞു കൊടുക്കാൻ എങ്ങനെയാണോ കംഫർട്ടബിൾ ആ രീതിയിൽ സ്റ്റോറി ക്രിയേറ്റ് ചെയ്യുക കേട്ടോ. ഇത് നിങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള സ്റ്റോറിയാണ്, അപ്പൊ ആ രീതിയിൽ ചെയ്യാം. ഓക്കെ ഓക്കെ, താങ്ക് യു. ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലല്ലേ പോകുന്നത്, അന്നേരം അവിടെ നമുക്ക് മലയാളത്തിൽ ഈ സ്റ്റോറി പറയാൻ പറ്റുമോ? അത് അവിടെ ചെന്നത് അത് ഓരോരുത്തരുടെ ഇതനുസരിച്ചിട്ടല്ലേ. ചില സ്കൂളുകളിൽ ഇംഗ്ലീഷിൽ മാത്രമാണ്. ജോഫിക്ക് ഇംഗ്ലീഷാണ് കംഫർട്ടബിൾ എങ്കിൽ ഇംഗ്ലീഷിൽ ചെയ്യാം, കുഴപ്പമില്ല. ഓരോരുത്തരുടെ അല്ല, ഞാൻ കംഫർട്ടബിൾ. ചോദിക്കുവാ, ഇപ്പൊ നമ്മളിപ്പോ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണല്ലോ പോകുന്നത്, ചില സ്കൂളുകളിൽ ഇംഗ്ലീഷ് മാത്രമേ അനുവദിക്കുള്ളൂ പറയാനായിട്ട്, അപ്പൊ ഇംഗ്ലീഷ് തന്നെ. അതാ ഞാൻ ചോദിച്ചത്, നമുക്ക് മലയാളമാണ് നല്ലത്, അതാ ഞാൻ ചോദിച്ചത്. പക്ഷെ അവര് സമ്മതിക്കത്തില്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഇംഗ്ലീഷിലാണ് പറയാൻ പറ്റുന്നതെങ്കിൽ ഇംഗ്ലീഷിൽ പറയാം, അല്ലെങ്കിൽ മലയാളത്തിൽ എഴുതാം. അത് നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. താങ്ക് യു. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു മാം.